പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബീന. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഫെബ്രുവരി 19 ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യം ഒരു സാക്ഷ്യം ഇവിടെ പറയുകയുണ്ടായി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ വളരെയധികം എൻ്റെ ജീവിതത്തിൽ വളരെയധികം വേദനയുണ്ടായപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ നിയോഗം ഞാൻ സമർപ്പിച്ചത് എനിക്കൊരു ഭവനമില്ലായിരുന്നു. ഭവനം വളരെയധികം കടഭാരത്താൽ ഉണ്ടായിരുന്ന ഭവനം വിൽക്കുകയുണ്ടായി. അതേ തുടർന്ന് ഞങ്ങൾ വാടകയ്ക്ക് പോവുകയും പിന്നെ കയറി കിടക്കുവാൻ സ്ഥലമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുകയും ഒരു ചെറിയൊരു ഷെഡിൽ താമസിക്കാനിടയായി. അപ്പോൾ വളരെയധികം വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി നിരന്തരം ഉടമ്പടി എടുത്തതിന് ശേഷം പല സാക്ഷ്യങ്ങൾ കേട്ടതിലൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ശരിക്കും കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തപ്പോൾ ഈ ഒരു നിയോഗം സമർപ്പിച്ച് ഞാനും എൻ്റെ ചേട്ടനും ജപമാല പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. അതേ തുടർന്ന് കുറേ ദിവസം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളും പോയി കണ്ടു. എങ്കിലും അതൊന്നും വാങ്ങുവാനുള്ള പല തടസ്സങ്ങളുണ്ടായി. ശരിക്കും ഞാൻ ഉടമ്പടി എടുത്ത അന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ബേക്കിലായിട്ട് ഒരു അല്പ സ്ഥലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് വയ്ക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നുള്ള ആഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലവും കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്തിൻ്റെ ഒരറ്റത്ത് കുഴിച്ചിടുകയും അത് പോയിട്ട് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജപമാല പ്രാർത്ഥന ആ സ്ഥലത്തിന് ചുറ്റും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്തായാലും അവിടെ ഭവനം വയ്ക്കേണ്ട, വേറൊരു അല്പസ്ഥലം വാങ്ങാമെന്നുള്ള ഒരു ചിന്തയിലായി. എങ്കിലും നമ്മുടെ കയ്യിൽ ഒരു കാശുമില്ലായിരുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളും കണ്ടിട്ടും അഡ്വാൻസ് കൊടുത്തതൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഓരോ സമയത്തും ഓരോ സ്ഥലം വാങ്ങാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ ചേട്ടൻ ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് കാശുരൂപം കൊടുത്തു വിടുമായിരുന്നു. കാരണം വലിയൊരു ഭാരം വന്നാൽ ഇനി അത് സഹിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമുക്കിത് വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം വാങ്ങാൻ പറ്റിയാൽ മതി എന്നുള്ള ഒരു നിയോഗം സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പറഞ്ഞാണ് ഞാൻ വിടുന്നത്. അപ്പോൾ പലപ്പോഴും അത് തടസ്സം വന്നിട്ടുണ്ട്. എന്നാൽ മഴ പെയ്താൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാനൊന്നും സാധിക്കാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ കിടന്നത്. ശരിക്കും ഒരു ദിവസം ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ഇങ്ങനെ ബൈബിൾ വായിച്ചിട്ട് ഇങ്ങനെ ശകലം എനിക്ക് ഉറക്കം വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തോട് ചേർത്ത് ആ ബൈബിൾ ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങിയപ്പോൾ ദിവ്യകാരുണ്യനാഥനെ ഞാൻ ശരിക്കും കണ്ടു. അപ്പോൾ ആ ദിവ്യകാരുണ്യം എൻ്റെ കയ്യിൽ വന്ന്, അപ്പോൾ ആ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാനിങ്ങനെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരാധന നടത്തുന്ന അച്ഛൻ പറഞ്ഞു, ആ ദിവ്യകാരുണ്യം ശരിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ അടുക്കിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ആരുടെ സ്തുതിപ്പ് നിർത്തുമ്പോൾ ആരുടെ നേർക്കാണോ വന്ന് നിൽക്കുന്നത് അവരന്ന് ആ ഭവനത്തിലേക്ക് ദിവ്യകാരുണ്യം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ എല്ലാവരെയും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്തുതിപ്പ് ഉയർന്നു. അപ്പോൾ ദിവ്യകാരുണ്യം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വരെയാണ്. ഞാനത് ശരിക്കും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞാനും സ്തുതിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സ്തുതിപ്പ് നിന്നു. ദിവ്യകാരുണ്യം എൻ്റെ നേർക്കാണ് വന്ന് നിന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ അലറി കരഞ്ഞുകൊണ്ട് ആ ദിവ്യകാരുണ്യത്തെ മാറോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഈശോയെ, എനിക്കിത് കൊണ്ടുപോകാൻ ഒരു ഭവനമില്ല. ശരിക്കും അത്രയും വിശുദ്ധമുള്ള സ്ഥലത്താണ് ഇത് വയ്ക്കേണ്ടത്. അപ്പോൾ എനിക്കതിനുള്ള ഒരു സാഹചര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അലറി അവിടെ കരഞ്ഞു. ഇത് ശരിക്കും ഒരു സ്വപ്നമാണെങ്കിലും ഈ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞ് എനിക്ക് 2-3 ദിവസം ശരീരത്തിന് വളരെ ഒരു ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഇതൊരു മാർച്ച് മാസത്താണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ചേട്ടനോടും എൻ്റെ കൂട്ടുകാരടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഭവനത്തിൻ്റെ രീതിയിലല്ല ഞാനിത് കണ്ടുവെങ്കിലും അവരൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഭവനം ഉടനെ കിട്ടുമെന്നൊക്കെ. ശരിക്കും ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഏപ്രിൽ മാസത്ത് തന്നെ ഒരു ഭവനം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു അല്പ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 4.5 സെൻറ്റ് സ്ഥലവും ഒരു ഭവനവും ഞങ്ങൾക്ക് വാങ്ങുവാനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏതൊരു നിവൃത്തിയുമില്ലായിരുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാശിന് വേണ്ടി ഞങ്ങൾ പലരോടും അന്വേഷിച്ചപ്പോഴും അപ്പോൾ പെട്ടെന്ന് അവർക്ക് തരാനുള്ള ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ എന്നും ഞാൻ ആരോടാണോ ചോദിക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ
മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ അവരുടെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കും പോലെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് മെയ് 4-ാം തീയതി തരാമെന്ന് പറഞ്ഞവരെല്ലാം പെട്ടെന്ന് കാശ് തരികയും ഞങ്ങൾക്ക് ആ ഭവനം വാങ്ങുവാൻ മെയ് 12-ആണ് പറഞ്ഞിരുന്നത് എങ്കിലും ഞങ്ങൾക്ക് മെയ് 4-ാം തീയതി തന്നെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പൈസയും ശരിയായി ഞങ്ങൾക്ക് വാങ്ങുവാൻ സാധിച്ചു. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം ഒരിക്കൽ പോലും എനിക്കിത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കൂടാതെ ഉടമ്പടി വസ്തുക്കളിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഒരു 10 കാശ് രൂപമെങ്കിലും ഞാൻ വാങ്ങാതെ പോകുകയില്ല. അപ്പോൾ കാശ് രൂപവും നേർച്ച വസ്തുവായ ഉപ്പും തേനും എല്ലാം വാങ്ങി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അതുപോലെ കൃപാസന പത്രം ആദ്യമൊക്കെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരു കെട്ട് പത്രം വാങ്ങിയാൽ അത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ വരുമ്പോൾ ശരിക്കും ഞാൻ 5-6 കെട്ട് പത്രമൊക്കെ വാങ്ങി, തമിഴ് പത്രമൊക്കെ വാങ്ങി തമിഴ് സംസാരിക്കുന്നവരുടെ ഇടയിലേക്കൊക്കെ കൊണ്ടുചെന്ന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നേർച്ച ഉപ്പ് ഉപയോഗിച്ചതിലൂടെ ഒരു സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടായിരുന്ന ഒരു ചേട്ടന് അത് മാറിക്കിട്ടി. ഭയങ്കരമായിട്ടും വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ നേർച്ച ഉപ്പ് ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തപ്പോൾ അത് വെള്ളത്തിൽ കലക്കി കുടിച്ചതിലൂടെ ആ ട്യൂബിലിരുന്ന കല്ല് പുറത്തു പോവുകയും വേദന മാറുകയും ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ചേട്ടൻ വീട്ടിലേക്ക് വരികയും ചെയ്തു. ആ ഒരു സാക്ഷി എന്നോട് ഇവിടെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിക്കും ഞാൻ ഈ പത്രമൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത്ര വിശ്വാസമില്ലായിരുന്നു. അതുപോലെ ഉടമ്പടി കൃപാസനം പത്രം ഞാൻ വിതരണം ചെയ്തത് എൻ്റെ ഒരു ബന്ധു ക്രിസ്മസിൻ്റെ തലേ ദിവസം വലിയൊരു ആക്സിഡൻ്റായി ഒരു 48 ദിവസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. ശരിക്കും മരിച്ച അവസ്ഥ. അപ്പോൾ തിരികെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആദ്യം തന്നെ ആശുപത്രിയിൽ പോയതിൻ്റെ അന്ന് ഞാൻ ഉടമ്പടി തൈലമൊക്കെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവർക്കും അധികം വിശ്വാസമില്ല, മാതാവിന് അധികം താല്പര്യമില്ലാത്തവരാണവർ. എങ്കിലും ഞാൻ അടുത്ത ഉടനെ തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് 6 കെട്ട് പത്രം വാങ്ങി ഈ ഒരു നിയോഗം വെച്ചു. എത്രയും പെട്ടെന്ന് ആ മകനെ വെൻറ്റിലേറ്ററിൽ നിന്നും തിരികെ റൂമിലേക്ക് മാറ്റണമേ എന്നുള്ളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പത്രം എനിക്ക് ആദ്യത്തെ ദിവസം പോയപ്പോൾ കുറച്ച് പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. പനിയും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായി. എനിക്ക് തുടർന്നത് കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തു. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അന്ന് തന്നെ ഒരു 1:30 ആയപ്പോഴാണ് ഞാനിത് കൊടുത്തു തീർത്തത്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ആ സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന്. അപ്പം ശരിക്കും മാറ്റി ഒരാഴ്ചക്കകം വീട്ടിലേക്ക് പോകുവാനും സാധിച്ചു. ഇത്രയും വലിയ അത്ഭുതം പരിശുദ്ധ അമ്മ ചൊരിഞ്ഞു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കൂടാതെ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കുമ്പസാരം ഞാൻ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെയാണ് കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ എനിക്ക് കുമ്പസാരിക്കാൻ, ചിലപ്പോൾ ഒരാഴ്ചയിൽ ഇടവിട്ടും ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ക്ഷമിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായാലും ഞാൻ ആശുപത്രികളിലും രോഗികളെ സന്ദർശിക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഭക്ഷണം കൊണ്ട് എത്തിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വളരെയധികം പരിശുദ്ധ അമ്മ. കൂടാതെ എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ അന്ന് 6 നിയോഗമാണ് വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എനിക്കൊരു ബുക്ക് തന്നാൽ പോലും എനിക്ക് എഴുതി തീരാത്ത അത്രയും നിയോഗങ്ങളുണ്ട്. ഞാൻ ഈ 6 നിയോഗം ഏതൊക്കെയാണ് വയ്ക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായിരുന്നു. അതിനുശേഷം ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും ഞാൻ നിയോഗത്തിൽ വയ്ക്കാറുള്ളത്. കൂടുതലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിയോഗങ്ങൾ സമർപ്പിക്കാറുള്ളത്. അതിനുള്ള ഒരു വലിയ കൃപ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്നനുഗ്രഹിച്ചു. 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് പ്രിയ തോമസ്. ഞാൻ വരുന്നത് ആയാങ്കുടി മലപ്പുറം ഇടവകയിൽ നിന്ന്. ആദ്യമായി എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മമാതാവും ഈ തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ മോളാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതും സാക്ഷ്യം പറയുന്നതും. എൻ്റെ മോള് ജനിച്ച് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 24/10/22 എൻ്റെ മോള് ജനിച്ച് 21-ാം ദിവസം മുതൽ സ്കിന്നിന് എക്സിമ എന്ന് പറഞ്ഞുകൊണ്ടൊരു അലർജി ആയിരുന്നു. ദേഹം മുഴുവൻ പൊട്ടുകയും അലർജിയുമായിരുന്നു. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ നടത്തി. അതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊന്നും
കുറവുണ്ടായില്ല. ദേഹം ചൊറിഞ്ഞു പൊട്ടുകയും വെള്ളവും ചോരയുമായിട്ട് എപ്പോഴും വരുമായിരുന്നു. ഡ്രസ്സ് ഇടാൻ സാധിക്കുകയില്ലായിരുന്നു. ഭക്ഷണ സാധനം മിക്കതും അലർജി ആയിരുന്നു, അതും കഴിക്കാൻ മേലായിരുന്നു. കുളിക്കുന്നതിനും സാധിക്കുകയില്ലായിരുന്നു. എല്ലാം എൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ 10 വരെ അങ്ങനെ കഴിഞ്ഞുകൂടി. 10 കഴിഞ്ഞ് 11ലേക്ക് കയറിയപ്പോൾ വീണ്ടും ദേഹത്ത് ഇതുപോലെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങി. അങ്ങനെ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തും സാധിച്ചു കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ ആ കൂട്ടുകാരി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തരികയും ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ 5:30 ഞാനും എൻ്റെ മോളും എൻ്റെ കുടുംബത്തിലുള്ളവരും പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ചെറിയ മാറ്റങ്ങൾ വരികയും ദേഹത്ത് കണ്ടു തുടങ്ങി. പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ചില തടസ്സങ്ങളായിരുന്നു. ഞാൻ ദിവസവും കൊന്ത ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്കൊരു ദിവസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാനും സാധിച്ചു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ പറ്റി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി നല്ല സ്കിൻ വരികയും പൊട്ടിയതെല്ലാം ഉണങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 മാസക്കാലം കുഴപ്പമൊന്നുമില്ലാതെ മോള് തന്നെ കുളിക്കുകയും ഭക്ഷണങ്ങളെല്ലാം കഴിക്കുകയും വസ്ത്രങ്ങളിടുകയും എവിടെ പോകാനിടുകയും സാധിക്കുകയും ചെയ്തു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ അലർജി പോലെ കാണിച്ചു. ഞാൻ അപ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ആ സാക്ഷ്യത്തിൽ ഒരു ചേച്ചിയുടെ സാക്ഷ്യമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. വയറ്റിലെ അസുഖം ക്യാൻസറുള്ള ഒരു ചേച്ചിയെ ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്നിങ്ങനെ. അപ്പോൾ ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനും ഓർത്തു, പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ഒരു പ്രയോജനമാണോ എന്നിങ്ങനെ. ഞാൻ അങ്ങനെ പോയി കാണിച്ചു എറണാകുളത്തുള്ള. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഈ ഒരു അസുഖം തീർത്തും മാറുന്നതാണെന്ന്. അപ്പോൾ ഡോക്ടർ 15 ദിവസത്തിനുള്ള മരുന്ന് തന്നു. ഉപ്പിട്ട് ദേഹം കഴുകാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് അമ്മയുടെ ഉപ്പാണ് വെള്ളത്തിലിട്ട് കുഞ്ഞിൻ്റെ കൈയും കാലും ഞാൻ ദേഹവും കഴുകിയത്. വൈകുന്നേരം കഴുകി നേരം വെളുത്ത് നോക്കിയപ്പം അലർജിയായിട്ട് എല്ലാ സ്കിന്നും അടർന്നു പോയി. നല്ല സോഫ്റ്റ് സ്കിൻ വന്നു. ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ 3 മാസമായി. അതുപോലെ 12 വർഷമായ എൻ്റെ മോടെ തുമ്മൽ ഇതിനെ ബാധിച്ചുള്ളത് തന്നെയായിരുന്നു. അതും ഇപ്പോൾ മാറിക്കിട്ടി. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും യാത്ര ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ മോള് +1 ആയിരുന്നപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിന് പേപ്പർ കൊടുത്തപ്പോൾ ക്യാഷ് രൂപം കൈ ഞാൻ കൊടുത്തായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, അമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ ഒരു 5 മാർക്കും കൂടി എൻ്റെ കുഞ്ഞിന് കൊടുത്ത് സഹായിക്കണമെന്ന്. പക്ഷേ അമ്മ മാതാവ് ഞാൻ ചോദിച്ചത് 5 മാർക്കിന് പകരം 9 മാർക്കും കൂടി എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അനുഗ്രഹിച്ചു. അതുപോലെ +2 പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരുന്നപ്പോൾ വൈവ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലായിരുന്നു. മാതാവിൻ്റെ കാശിരവും കയ്യിലിരിപ്പുണ്ടായിരുന്നു. മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ആൻസർ കെടുത്ത പേപ്പർ പുസ്തകത്തിൻ്റെ പേപ്പർ അതേ രീതിയിൽ തന്നെ മാതാവ് ആ സമയത്ത് കാണിച്ചു കൊടുത്തു. മാതാവ് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ സഹോദരന് ഒമാനിലായിരുന്നു. അവിടുന്ന് അവൻ UK പോയി. UK ചെന്നിട്ട് അവൻ പഠിച്ചതിൻ്റെ യാതൊരു ജോലിയും കിട്ടിയില്ല. അവൻ വിളിച്ച് എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, നീ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ഞാൻ അയച്ചു തരാം, നീ അത് ചെല്ല്, ഞാനിവിടെ ഇരുന്ന് ചെല്ലിക്കോളാമെന്ന്. ഞാൻ അങ്ങനെ ചെല്ലി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൽ ഒരു നല്ല ജോലി കിട്ടി. അവനെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോന് പഠനത്തിലും മറ്റുള്ള പ്രാർത്ഥനകളിലെല്ലാം പുറകോട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനിപ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും പഠനത്തിൽ മുമ്പോട്ട് വരികയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിനുള്ള കൃപ കൊടുക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പല്ല് കേടാകുമായിരുന്നു. അത് എല്ലാ ആഴ്ചയിലും ഓരോന്നോരോന്നായിട്ട് പൊഴിഞ്ഞു പോകുമായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിന് 47 വയസ്സുണ്ട്. അത് അലർജി പല്ലിന് കേടായെന്നാണ് അവർ പറഞ്ഞത്. ഞാനത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി തൈലം മുഖത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു തരത്തിലുള്ള വേദനകളോ പല്ല് കൊഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇച്ചിരി പുറകോട്ടായിരുന്നു. അത് സാലറി ഇൻക്രിമെൻ്റ് എല്ലാ വർഷവും ഉണ്ട്. അത് കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം കൊടുത്തു വിട്ടു. ഇത് ഓഫീസിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ചോദിച്ച ഇൻക്രിമെൻ്റ് സാലറി അമ്മ മാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു.
ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നത് എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും എല്ലാ മാസവും പത്രം മേടിച്ച് ഞാൻ കൊടുക്കുകയും വൃദ്ധമന്ദിരത്തിൽ പോയി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കൊടുക്കുകയും ഞാൻ പോകുന്നതിനൊപ്പം എൻ്റെ പിള്ളേരും എൻ്റെ കൂടെ വരികയും ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു.